കാരണമാണ്. അതല്ലെങ്കിൽ നമ്മൾ ആരാകും? മുനാഫിഖുകളായി പോകും. റമദാനിൽ മാത്രം കർമ്മങ്ങൾ ചെയ്യുന്ന കോഴി അയലകൾ കയറിയതുപോലെയുള്ള സ്വഭാവക്കാരായി മാറും. ഒരു വാക്കും കൂടി പറഞ്ഞു നിർത്തുക. നമ്മുടെ നാട്ടിൽ ഷഅബാൻ 15 നോമ്പനുഷ്ഠിക്കാറുണ്ട്. ഷഅബാൻ 15 നോമ്പുണ്ട്. എങ്ങനെ? ഷഅബാൻ 13 നോമ്പുള്ളതുപോലെ, ഷഅബാൻ 14 നോമ്പുള്ളതുപോലെ ഷഅബാൻ 15 നോമ്പുണ്ട്. ഒരാൾ ഷഅബാൻ 15 നോമ്പ് മാറ്റാൻ തെറ്റൊന്നുമല്ല. പക്ഷേ ആ നോമ്പിനെന്താ പേര്? വെളുത്ത ദിനമെന്ന അയ്യാമുൽ ബീദ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. ആ അർത്ഥത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ സുന്നത്താണ്, പുണ്യമാണ്. ഷഅബാനിൽ തിങ്കളാഴ്ച നോമ്പുണ്ട്, എല്ലാ മാസവും തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, 13, 14, 15 നോമ്പുണ്ട്. ആ അർത്ഥത്തിൽ ഷഅബാൻ 15 നോമ്പുണ്ട്. എന്നാൽ അതിന് പ്രത്യേക പേര് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രത്യേകമായ എന്തെങ്കിലും വേറെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോ ബറാഅത്ത് രാവ് എന്ന പേരിൽ ഒരാൾ ഷഅബാൻ 15 നോമ്പ് അനുഷ്ഠിച്ചാൽ ആ നോമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ചില ആളുകൾ അങ്ങോട്ടുമല്ല ഇങ്ങോട്ടല്ല എന്ന് കളിക്കുന്നവർ പറയും, ബറാഅത്ത് രാവ് ഇല്ലെങ്കിൽ ഷഅബാൻ 15 കൂടി കിട്ടുമല്ലോ, എന്നാൽ അന്ന് നോക്കാം എന്ന് വിചാരിച്ച് മാറ്റാൻ അവരെ കുറിച്ചാണ് മുനാഫിഖ് എന്ന് പറയുക, കപട വിശ്വാസി എന്ന് പറയുക. കാരണം ഓരോ രണ്ടാളിൽ തൃപ്തിപ്പെടുത്തുവാനുള്ള ശ്രമമാണ്, സ്ഥിരം കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ബറാഅത്ത് രാവ് എന്ന പേര് നോക്കില്ല എന്ന വിഷയം നമ്മുടെ കൂടെയുള്ള പരിചയത്തുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവും. അത് പറയുമ്പോൾ അവർ അംഗീകരിക്കാതിരിക്കുവാനുള്ള കാരണം ഉള്ളത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മറന്നുപോകും. അപ്പൊ അവരോട് ഈ പറഞ്ഞ രൂപത്തിൽ ഉള്ളതിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇല്ലാതിനെ തള്ളുവാൻ അവർ തയ്യാറാണ്. ഞാൻ നിർത്താൻ. അപ്പോ ഈ റമദാന് മുന്നേയുള്ള ആഴ്ചയിൽ എല്ലാ ഞായറാഴ്ചയും വെക്കണം എന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ തൗഫീഖോട് മിക്കവാറും ഉണ്ടാവും. ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച അനൗൺസ്മെന്റ് വരും. അപ്പോ ഇന്ന് നല്ല പങ്കാളിത്തമുണ്ട്. ആള് എത്തിക്കേണ്ടത് കമ്പനിക്കാരല്ല, നമ്മളാണ്. അത് ഏതെങ്കിലും ഒരാൾക്കുള്ള ഉത്തരവാദിത്തമല്ല. നമ്മുടെ ഇസ്ലാം കാര്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അല്ലാഹ് ആകാശവും ഭൂമിയും പർവ്വതങ്ങളും ഒന്നും ഏറ്റെടുക്കാത്ത ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തു. അല്ലാഹുവേ ഞാൻ ഇതാ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ പലതും അയക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ക്ലാസിന്റെ വിഷയവും കൂടി അയക്കാൻ ഇവിടെ വന്ന സ്ത്രീകൾ കൂടി തയ്യാറാവണം. ഒന്നുകൂടി പറയാം, സ്ത്രീ നന്നായാൽ സമൂഹം നന്നായി എന്ന് വളരെ അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സ്ത്രീകളാണ് ഈ വിഷയത്തിൽ പുരുഷന്മാരെക്കാൾ ഉത്ബുദ്ധരാകേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷയം നമ്മുടെ ദൗത്യമായി ഏറ്റെടുക്കണം. എല്ലാവരും ഇതിന്റെ പ്രചരണം ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ റബീഉൽ സലഫിയെ ഞാൻ ഔദ്യോഗികമായി ക്ഷണിക്കുകയാണ് വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി. അല്ലാഹു അദ്ദേഹത്തിന് വിഷയം അവതരിപ്പിക്കുവാനും നമുക്കത് ഗ്രഹിക്കുവാനുമുള്ള ഈമാനും തൗഫീഖും നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട പൂജമാർ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബിനെ ഭയപ്പെട്ട് ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് നയിക്കണമെന്ന് നിങ്ങളോട് ചിലയും ഓർമ്മപ്പെടുത്തുകയാണ് ശരിയാണ്. റബ്ബിന്റെ ദീനിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കുവാനും അറിഞ്ഞ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ട് അത് ഹൃദയത്തോടും പ്രവർത്തനത്തോടും ചേർത്ത് വെച്ച് ജീവിക്കാനും അവസാനം ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് മരണപ്പെടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് അതിനെ വരവേൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ 5 കാര്യങ്ങൾ. ഇത് കൃത്യമായി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത്.
ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ദിവസം ഒരു സ്വപ്നം കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വപ്നത്തെ സംബന്ധിച്ച് വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാളുകൾ, വലിയ പ്രദേശത്തുപെട്ട രണ്ടാളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരിക. പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞ് അവർ ഇസ്ലാം സ്വീകരിക്കുക. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള സംഭാഷണം, അതിലെ ആ രണ്ട് വ്യക്തികളുടെയും പ്രത്യേകതയെ കുറിച്ച് പിന്നീട് അദ്ദേഹത്തിന്റെ സ്വപ്നം വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തിയെ അപേക്ഷിച്ച് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ധൃതി കാണിക്കുന്ന പ്രകൃതമുള്ള മനുഷ്യൻ. അദ്ദേഹം ധാരാളം സൽക്രമങ്ങൾ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ട് അദ്ദേഹം ഈ ലോകത്തോട് ഷഹീദായി മടങ്ങാൻ. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഷഹീദാവുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുക എന്നുള്ളത് വളരെ പവിത്രമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹം ഈ ലോകത്തോട് ഷഹീദായി മടക്കപ്പെടുന്നു. രണ്ടാമത്തെ വ്യക്തി ഒരു വർഷത്തിന് ശേഷം മരണപ്പെടുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരാൾ കടന്നു വരുന്നു. ഒന്നാമത്തെ ആളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ, രണ്ടാമത്തെ ആളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ, രണ്ടാമത്തെ ആളെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ഈ സംഭവം പിറ്റേ ദിവസം ഇദ്ദേഹം കണ്ട സ്വപ്നത്തെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ, സ്വഹാബകൾക്കിടയിൽ അദ്ദേഹം ചർച്ച ചെയ്യാൻ, ഇങ്ങനെ വിവരിച്ചു കൊടുക്കാൻ. സ്വാഭാവികമായും ഈ ഒരു സംഭവം വിവരിച്ചു നൽകുമ്പോൾ സ്വഹാബാക്കളുടെ മനസ്സിൽ സംശയം ഉടലെടുക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ഇബാദത്ത് ചെയ്ത, ധാരാളമായി സൽക്രമങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ അവസാനം അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നതാകട്ടെ റബ്ബിന്റെ മാർഗത്തിൽ, റബ്ബിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി റബ്ബിന്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യൻ. അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് രണ്ടാമതായാണ്. അദ്ദേഹത്തിന് ശേഷം മരണപ്പെട്ട മനുഷ്യനെയാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഇതിങ്ങനെ അവർക്കിടയിൽ സംശയങ്ങൾക്കിടയാക്കിയപ്പോ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവർ കടന്നു ചെല്ലാൻ. എന്നിട്ട് ഈ വിഷയമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരിച്ചു കൊടുത്തു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, ഇതിലെന്താണ് നിങ്ങൾക്ക് അത്ഭുതപ്പെടാനുള്ളത്? ഇതിലെന്താണ് നിങ്ങളുടെ മനസ്സിൽ അത്ഭുതം ഉണ്ടാക്കാനുള്ള കാരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് അതിന്റെ കാരണത്തെ കുറിച്ച്, എന്തുകൊണ്ടാണ് രണ്ടാമത്തെ വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, അദ്ദേഹത്തിന് ഒരു വർഷം കൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിച്ചില്ലേ? അഥവാ ആദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യനെ അപേക്ഷിച്ച് രണ്ടാമത് മരിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം അദ്ദേഹത്തിന് അധികം ലഭിച്ചില്ലേ എന്ന് ചോദിക്കാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു റമദാൻ കൂടി ലഭിക്കുകയും ആ റമദാനിൽ അദ്ദേഹം നോമ്പ് നോൽക്കുകയും ചെയ്തില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. സ്വഹാബാക്കൾ പറഞ്ഞു, ബല, അതേ റസൂലേ, അവര് നോമ്പ് നോറ്റിട്ടുണ്ട്, റമദാൻ ലഭിച്ചിട്ടുണ്ട്, ആ റമദാനിൽ അവർ നോമ്പ് നോറ്റിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വർഷം ലഭിക്കുകയും ആ വർഷത്തിൽ അദ്ദേഹം ധാരാളമായി നമസ്കരിക്കുകയും ചെയ്തില്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. ഇത് ചോദിച്ച സമയം എന്നിട്ട് പ്രവാചകൻ സ്വഹാബാക്കൾ മറുപടി പറയുന്നത്, ഖാലു ബല, അതേ റസൂലേ, അദ്ദേഹത്തിന് ഒരു വർഷം അധികം ലഭിക്കുകയും അദ്ദേഹം നോമ്പ് നോക്കുകയും അതേപോലെ തന്നെ ആ അധികം ലഭിച്ച വർഷത്തിൽ ധാരാളമായി നമസ്കരിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലമ്മാ ബൈനഹുമാ അബ്അദു മാ ബൈന അസ്സമാഇ വൽ അർദ്, അവർ രണ്ടുപേർക്കിടയിലുള്ള വ്യത്യാസം, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധാരാളമായി ഇബാദത്ത് ചെയ്ത് റബ്ബിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായ മനുഷ്യൻ, അത് ഒന്നാമത്തെ മനുഷ്യൻ. രണ്ടാമത്തെ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം സാധാരണഗതിയിൽ മരണപ്പെട്ടു പോയ മനുഷ്യനാണ്. ഒന്നാമത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയധികം ഒന്നും ഇബാദത്തുകൾ ചെയ്യാതെ വന്നൊരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വർഷം അധികം ലഭിച്ചു. ആ ഒരു വർഷം അധികം ലഭിച്ചു. അപ്പോ പറഞ്ഞു വന്നത് ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർക്ക് ഒരു വർഷം അധികം ലഭിച്ചു.
ആ ഒരു വർഷം അധികം ലഭിച്ച ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള വ്യത്യാസമാണ്. അത്രമാത്രം ദൂരം, അത്രമാത്രം വിദൂരമാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. പ്രിയമുള്ളവർ, നമ്മൾ ആലോചിച്ചു നോക്കാം, നമ്മുടെ പ്രായം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 20 വർഷം 30 വർഷം അല്ലെങ്കിൽ 40 50 വർഷക്കാലം റബ്ബിന്റെ ദുനിയാവിൽ അവന്റെ അനുഗ്രഹങ്ങളെ ആസ്വദിച്ച് അത് അനുഭവിച്ച് ജീവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഈ രണ്ട് വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസം. ഒരു വർഷത്തെ വ്യത്യാസം കൊണ്ട് ജിഹാദ് ചെയ്ത മനുഷ്യരെക്കാൾ, റബ്ബിന്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യരെക്കാൾ പ്രതിഫലം ഒരു വർഷം അധികം നോമ്പ് ലഭിച്ച, ഒരു വർഷം അധികം നമസ്കരിച്ച ഒരു മനുഷ്യന് റബ്ബ് നൽകിയെങ്കിൽ എത്ര വർഷക്കാലം റബ്ബിന്റെ ദുനിയാവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട്, എത്ര അനുഭൂതികളായി റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോ വർഷവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. എത്ര റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി. ഓരോരുത്തരും നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. 10 20 30 വർഷക്കാലം റബ്ബിന്റെ ദുനിയാവിൽ അതിലധികവും ജീവിച്ച ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ 20 വർഷക്കാലം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിച്ചു നോക്കി, 20 വർഷക്കാലം അല്ലെങ്കിൽ 20-25 വർഷക്കാലം എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തു? റമദാൻ റബ്ബ് എനിക്ക് നൽകി. റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ മുന്നേറുവാനുള്ള പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുള്ള അനുഗ്രഹം റബ്ബ് എനിക്ക് നൽകിയിട്ട് എന്റെ ജീവിതത്തിൽ എന്ത് വാരിക്കൂട്ടാനാണ്, എന്ത് തയ്യാറെടുപ്പെടുക്കാനാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കാം. ആ 20-25 വർഷം നമുക്ക് മാറ്റിവെക്കാം. കഴിഞ്ഞ വർഷം നമുക്ക് നോമ്പ് ലഭിച്ചിട്ട് ആ നോമ്പ് കൊണ്ട്, ആ റമദാൻ കൊണ്ട് എന്ത് നേടിയെടുക്കാനാണ് നമുക്ക് സാധിച്ചത്? നമ്മൾ ആലോചിച്ചു നോക്കാം. ഒരു ഷഹീദിനേക്കാൾ പ്രതിഫലം നേടുവാനുള്ള അവസരം റബ്ബ് നമുക്ക് നൽകിയിട്ട് ഷഹീദിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ആ റമദാനിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക? ആ റമദാനിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വരവേൽക്കേണ്ടത്? നമ്മുടെ പള്ളികളും നമ്മുടെ വീടുകളും നമ്മുടെ ഇടപഴകുന്ന മേഖലകളെല്ലാം കൃത്യമായി വൃത്തിയാക്കി എല്ലാ രൂപത്തിൽ നമ്മൾ പലപ്പോഴും നോമ്പിൽ നമ്മൾ വരവേൽക്കാറുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് വളരെ സിമ്പിളായി നമ്മൾ ആലോചിച്ചു. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരിക. ആ അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ ഉമ്മമാര്, നമ്മുടെ സഹോദരിമാര് അല്ലെങ്കിൽ നമ്മളൊക്കെ എടുക്കുന്ന തയ്യാറെടുപ്പുകളുണ്ട്. നമ്മുടെ വീടിനെ ഏറ്റവും മനോഹരമായി, ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ കാണിക്കുവാൻ നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വീടും നമ്മുടെ സൗകര്യങ്ങളും ഏറ്റവും മനോഹരമായ രൂപത്തിൽ അവർക്ക് നൽകാൻ, അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ പലപ്പോഴും പരിശ്രമിക്കാറില്ല. നമ്മൾ നമ്മുടെ വീടുകളുടെ അവസ്ഥ പാലിച്ചാൽ എന്റെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോ എന്റെ ഉമ്മ ഉറക്കമില്ലാതെ ഒരു പക്ഷേ ആ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ഏറ്റവും ഭംഗിയാക്കാൻ എന്റെ ഉമ്മ പരിശ്രമിക്കും, അല്ലെങ്കിൽ എന്റെ സഹോദരിമാർ പരിശ്രമിക്കും. ഇതേ അവസ്ഥയെ നമ്മുടെ ഓരോ വീട്ടുകളിലുമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ വീട്ടിലേക്ക് കേവലമായ ഒരു അതിഥി കടന്നു വരുമ്പോ ഏറ്റവും മനോഹരമായി നമ്മുടെ വീടുകളും നമ്മുടെ വീടിന്റെ അംഗങ്ങളും എല്ലാം വൃത്തിയാക്കി അവർക്ക് ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളും വിഭവങ്ങളും എല്ലാം നൽകി സന്തോഷത്തോടുകൂടി അവരെ വരവേൽക്കാൻ പരിശ്രമിക്കുന്നവരെ നമ്മൾ ഓരോരുത്തർ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അതിഥി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അതിഥിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. അത് പരിശുദ്ധ റമദാനാണ്. നമ്മൾ സ്വപ്നം കാണുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ആ സ്വർഗം നേടിയെടുക്കാൻ ഒതുങ്ങുന്ന ഏറ്റവും മനോഹരമായ പാതയാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആ റമദാനിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. അതാണ് ആമുഖമായി നിങ്ങളോട് പറഞ്ഞു വെച്ചത്. റമദാൻ തയ്യാറെടുക്കുകയല്ല, റമദാനിന് മുമ്പ് തന്നെ ആ റമദാനിനെ വരവേൽക്കാൻ, ആ റമദാൻ എങ്ങനെ ക്രമീകരിക്കണമെന്ന് ആലോചിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. എന്തിനാണ് നമ്മൾ റമദാനിനെ സ്വീകരിക്കേണ്ടത്? എന്താണ് റമദാൻ കൊണ്ട് നമുക്ക് ലഭിക്കാനുള്ള നേട്ടം? എന്തിനാണ് നമ്മൾ നോമ്പെടുക്കുന്നത്? കൃത്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ള നമുക്കറിയാം, മറ്റാർക്കറിയില്ലെങ്കിലും എനിക്കറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. അതേപോലെ നമ്മളെ ഓരോരുത്തരെയും നമുക്ക് അറിയുന്നത് പോലെ നമ്മളെ മറ്റാർക്കും അറിയില്ല. ആരും അറിയാത്ത, ആരും കാണാത്ത, ആരും ചിന്തിക്കാത്ത വഴിയിലൂടെ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കടന്നു വരും, ഹറാമുകൾ കടന്നു വരും. ആ കടന്നു വന്ന ഹറാമുകളും ആ തെറ്റുകളും ആ പാപങ്ങളും കഴുകിക്കളയുവാനുള്ള വലിയ അവസരത്തെ സംബന്ധിച്ചാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമദാനിനെ പരിചയപ്പെടുത്തിയത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ സ്വമ റമദാന ഈമാനൻ ഇഹ്തിസാബൻ ഉഫിർ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എത്ര വലിയ അവസരത്തെ, എത്ര വലിയ ഓഫറാണ് അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. എത്ര സ്നേഹത്തോടെ, എത്ര കരുതലോടെയാണ് നമ്മുടെ സൃഷ്ടാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, മൻ സ്വമ റമദാന, ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പ് നോക്കാൻ, പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു. ആ നോമ്പ് നോക്കി കഴിഞ്ഞാൽ അവന്റെ മുഴുവൻ പാപങ്ങൾ, മുൻകഴിഞ്ഞു പോയ അവന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ പ്രപഞ്ച സൃഷ്ടാവ് തയ്യാറാണ് എന്ന് നമ്മുടെ സ്നേഹിതയായി നമ്മുടെ റബ്ബ് നമ്മോട് പറയാൻ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിവരയിട്ട് നമ്മെ പഠിപ്പിച്ചു, രണ്ട് നിബന്ധനകളുണ്ട്. റബ്ബ് നിങ്ങൾക്കെല്ലാം പുറത്തു തരും. നമ്മൾ ചെയ്ത എല്ലാ അക്രമങ്ങളും അതിക്രമങ്ങളും എല്ലാ തിന്മകളും, നമ്മൾ കണ്ടു തീർത്ത, കേട്ടു തീർത്ത, പറഞ്ഞു തീർത്ത, ചിന്തിച്ചു തീർത്ത എല്ലാ തിന്മകളും, എല്ലാ പാപങ്ങളും റബ്ബ് നമുക്ക് പുറത്തു തരാൻ തയ്യാറാണ്. പക്ഷേ രണ്ട് കണ്ടീഷൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ആ നോമ്പ് എങ്ങനെയാകണം? ഈമാൻ വഹിസാബൻ. ഒന്നാമത്തത് ഈമാനോട് കൂടിയുള്ളതാകണം. നാട്ടുകാരെ കാണിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് എന്ന മഹിമ പറയാനോ അല്ല, മറിച്ച് ഈമാനോട് കൂടി ആ നോമ്പെടുക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തത് ഹിസാബാണ്, അഥവാ പ്രതിഫലേച്ഛയോടുകൂടി ഞാൻ എടുക്കേണ്ട ഈ നോമ്പ് അത് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, റബ്ബിന്റെ വചനം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പരിഗണിക്കണമെന്നുള്ള ചിന്തയോട് കൂടിയാൽ തന്റെ ഉമ്മയില്ലാത്ത, ഉപ്പയില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത, ആരും തന്റെ സഹായത്തിനില്ലാത്ത, ഞാനും എന്റെ അമലുകളും തനിച്ചാകുന്ന റബ്ബിന്റെ കോടതിയിൽ എനിക്ക് തുണയേകാൻ, അവിടെ എനിക്ക് രക്ഷമിക്കാൻ, ആ ഒരു രക്ഷ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, ആ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കുവാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ നോമ്പെടുത്താൽ ആ ഈമാനും ഇഹ്തിസാബും നമ്മുടെ നോമ്പിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുച്ചു തരുന്നതാണ്. അതാണ് ഒന്നാമതായി നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. രണ്ടാമതായി ആ നോമ്പ് കൊണ്ട് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകി. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അനവറ്റ പ്രതിഫലമാണ്. നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുല്ലു അമലിൻ ഇബ്നു ആദമിനെ സംബന്ധിച്ചിടത്തോളം, ആദം സന്തതികളുടെ എല്ലാ അമലുകൾക്കും, എല്ലാ സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 തൊട്ട് ഏകദേശം 700 ഇരട്ടി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലങ്ങൾ. സാധാരണ ഒരു അമലിന്, സാധാരണ ഒരു പ്രവർത്തനത്തിന്, ഒരു സൽക്കർമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 തൊട്ട് 700 ഇരട്ടി വരെ അതിന് പ്രതിഫലം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, ഇല്ലാ സൗമൊഴികെ, നോമ്പൊഴികെ, ഫഇന്നഹു ലി വഅനാ അജ്സി ബിഹി. നോമ്പെന്ന് പറയുന്നത് അത് എനിക്കുള്ളതാണ്. നോമ്പെന്ന് പറയുന്നത് അത് എനിക്കുള്ളതാണ്. വഅനാ അജ്സി ബിഹി, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. എല്ലാ അമലുകളും അല്ലാഹുവിനുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നത് റബ്ബാണ്. എന്നിട്ട് റബ്ബ് നോമ്പിനെ പ്രത്യേകമായി എടുത്തു പറയാൻ. എന്താ നോമ്പിന്റെ പ്രത്യേകത? അത്രമാത്രം പ്രതിഫലമുണ്ട്. സാധാരണ ഒരു അമലിനെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം 10 തൊട്ട് 700 വരെ ഇരട്ടി അതിന്റെ പ്രതിഫലം തരുമെന്ന് നമ്മുടെ റബ്ബ് നമ്മോട് പറയാൻ. പക്ഷേ നോമ്പിന് കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് കൊണ്ട് നമുക്ക് നൽകുമെന്ന് ഈ രണ്ട് മഹത്തായ പ്രതിഫലത്തെ കുറിച്ച് പഠിപ്പിക്കാം. ഒന്ന് കണക്കില്ലാത്ത പ്രതിഫലം, രണ്ടാമത്തത് ആ നോമ്പ് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതെയാക്കില്ല, അതെല്ലാം ഒഴിവാക്കി കളയുമെന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവർ, നമ്മുടെ കഴിഞ്ഞുപോയ നോമ്പുകൾ കൊണ്ട് ഈ രണ്ടും നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ട് തരം നോമ്പുകാരുണ്ട്. ഒന്നാമത്തെ വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈമാനോടും ഇഹ്തിസാബോടും കൂടി നോമ്പ് വെച്ച ആളുകളാണ്. അവർക്ക് ആ നോമ്പ് കൊണ്ട് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തിട്ടുണ്ടാകും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കറ്റ വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ടാകും. ആ നോമ്പ് മൂലം അവരുടെ ദർജകൾ അല്ലാഹു ഉയർത്തിയിട്ടുണ്ടാകും. രണ്ടാമത്തെ വിഭാഗത്തെ ആളുകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, റബ്ബ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ'. ഒരു രണ്ടാമത്തെ വിഭാഗം ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, എത്രയോ നോമ്പുകാർ അവരുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ എത്രയോ വിഭാഗം നോമ്പുകാരുണ്ട്, എത്രയോ ആളുകളുണ്ട് നോമ്പ് നോക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് കൊണ്ട് അവർക്ക് പട്ടിണിയല്ലാതെ, വിശപ്പല്ലാതെ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ നോമ്പ് കൊണ്ട് അവർക്ക് ലഭിച്ചത് വെറും പട്ടിണിയാണ്. ആർക്കോ വേണ്ടി അവർ നോമ്പ് നോറ്റതല്ല.
ആ നോമ്പ് അവന്റെ റബ്ബിന് വേണ്ട, നമ്മുടെ സൃഷ്ടാവിന് അത്തരത്തിലുള്ള നോമ്പ് വേണ്ട. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, വറുബ്ബക്കായിൻ. രണ്ടാമത്തെ അതില് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമസ്കരിച്ച അവർ എത്രയോ ആളുകൾ രാത്രി നിന്ന് നമസ്കരിച്ചിട്ടുണ്ടാവും, തറാവീഹ് നമസ്കരിച്ചിട്ടുണ്ടാവും. ആ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം എന്ന് പറയുന്നത് വെറും ഉറക്കമൊഴിക്കലല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇത് രണ്ട് വിഭാഗം ആളുകൾ. ഈ രണ്ട് വിഭാഗം ആളുകളിൽ ഏത് വിഭാഗത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രതികാരം നമ്മൾ ആലോചിച്ചു നോക്കാം. അല്ലാഹു ഏറെ പ്രതിഫലം നൽകുന്ന ഒന്നാമത്തെ വിഭാഗത്തിലോ അതല്ല, റബ്ബിനെ മറന്ന് ആർക്കോ വേണ്ടി നോമ്പ് നമസ്കാരവും രാത്രി നമസ്കാരവും എല്ലാം ചേർത്ത് വെച്ച ആളുകളുടെ കൂട്ടത്തിലാണോ നമ്മൾ പെടുക? നമ്മൾ ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഈ വിഭാഗത്തിൽ നമ്മൾ ഉൾക്കൊള്ളാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ശിർക്കാണ്. അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ആലോചിച്ചു ഇതൊക്കെ കേൾക്കുമ്പോൾ, നോമ്പ് നോക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ശിർക്ക് ചെയ്യാൻ കഴിയുക? നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ശിർക്ക് ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കാൻ കഴിയുക എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ആശങ്കകൾ കടന്നു വരും, സംശയങ്ങൾ കടന്നു വരും. അവിടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് എന്ന് പറയുന്നത് പലപ്പോഴും ബിംബങ്ങളുടെ മുമ്പിൽ കൈകൂപ്പൽ മാത്രമല്ല, അത് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ശിർക്കിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും സമൂഹത്തെ ഉത്ബുദ്ധമാക്കാൻ ഉള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും ഉണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകളിൽ ആരെങ്കിലും ഒരാൾ ശിർക്കിലേക്ക് കടന്നു ചെന്നാൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന ബോധ്യമാണ് ഒന്നാമതായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. കാരണം നാളെ റബ്ബിന്റെ കോടതിയിൽ അവരെയും നമ്മളെയും റബ്ബ് സാക്ഷികളാക്കുമ്പോ, ചോദ്യം ചെയ്യുമ്പോ അവർ നമ്മളിലേക്ക് വിരൽ ചൂണ്ടും. തൗഹീദിന്റെ വക്താക്കളായി സമൂഹത്തിൽ നിലകൊണ്ടിട്ട് എന്തുകൊണ്ട് നീ അവർക്ക് പറഞ്ഞു കൊടുത്തില്ല എന്ന റബ്ബിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ പ്രിയമുള്ളവർ ഉത്തരമില്ലാത്തവരായി ഖേദിക്കുന്ന മുഖത്തോടുകൂടി കുറ്റബോധത്തോടുകൂടി നിൽക്കേണ്ട സാഹചര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഒന്നാമതായി ശിർക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കാനും സമൂഹത്തെ ഉത്ബുദ്ധമാക്കാനും ആളുകൾ അതിൽ നിന്ന് തടയാനും നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ശിർക്ക് എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ കഴിവുകൾ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അതെല്ലാം ശിർക്കിലേക്ക് എത്തിക്കുമെന്ന കൃത്യമായ ബോധ്യമാണ് പ്രിയമുള്ളവർ നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ ആലോചിച്ചു, ശിർക്ക് ചെയ്തിട്ട് അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ട് നമ്മൾ നോമ്പ് നോക്കിയിട്ട് എന്താണ് കാര്യം? എന്താണ് നമുക്ക് കാര്യം? നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു നോക്കാം. നമ്മൾ നോമ്പ് നോറ്റിട്ട് ശിർക്ക് നോക്കി അല്ലാഹുവിൽ നമ്മൾ പങ്കു ചേർക്കുക ഇസ്ലാമിലെ ഏറ്റവും വലിയ അതിക്രമം നമ്മൾ ചെയ്യാൻ. ആ അതിക്രമം നമ്മൾ ചെയ്തിട്ട് നമ്മൾ നോമ്പ് നോറ്റിട്ട് എന്താണ് ആ നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക? ആ റബ്ബ് ആ നോമ്പ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. ഒന്നാമതായി നമ്മൾ തയ്യാറാകേണ്ടത് നമ്മുടെ ശരീരത്തിലുള്ള ഏലസുകളും ചരലുകളും മരിച്ചത് മന്ത്രി ചൂതി വെക്കപ്പെട്ട പാത്രങ്ങളെ കമിഴ്ത്തി വെച്ചത് ഏകനായ ഇലാഹിലേക്ക് മാത്രം തന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഭവങ്ങളും അല്ലാഹുവിലേക്ക് മാത്രം തുറന്നു പറഞ്ഞ് അവനോട് മാത്രം നമ്മുടെ സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ച് അവനോട് മാത്രം തന്റെ താല്പര്യങ്ങളും തന്റെ ആഗ്രഹങ്ങളും പങ്കുവെച്ച് റബ്ബിലേക്ക് എഴുതി ജീവിക്കുമ്പോ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ ലഭിക്കുന്ന ആ ഒരു സന്തോഷവും ആ ഒരു ആശ്വാസവും ആ ഒരു നിർഭയത്വവും എന്തിനാണ് നമുക്ക് നൽകാൻ കഴിയുക? അതുകൊണ്ട് ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ വീടുകളിലുള്ള ഏലസുകളും നുറുക്കുകളും എല്ലാം മാറ്റിവെച്ച് എല്ലാ മന്ത്രവാദത്തിന്റെ എല്ലാ ചണ്ടകളും വലിച്ചെറിഞ്ഞ് ശിർക്കിന്റെ എല്ലാ വഴികളിൽ നിന്നും നമ്മൾ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അയൽപ്പക്കങ്ങളെയും ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അത് ചെറിയ ശിർക്കാണ്. പലപ്പോഴും വലിയ ശിർക്കുകളിൽ നിന്ന് നമ്മൾ പലപ്പോഴും വിട്ടു നിൽക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ട്. പക്ഷേ ചെറിയ ശിർക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുവാനോ പഠിക്കുവാനോ അതിൽ നിന്ന് വിട്ടു നിൽക്കാനോ നമ്മൾ തയ്യാറാകാറില്ല, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കാറില്ല, ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവം. അഥവാ ലോകമാന്യതയാണ്. മറ്റുള്ളവരെ കുറിച്ച് അവൻ നല്ല മുത്തക്കിയാണ്, നല്ല നമസ്കരിക്കുന്നവനാണ്, എപ്പോഴും പള്ളിയിൽ വരുന്നവനാണ്, പ്രബോധനവുമായി മുന്നോട്ട് പോകുന്നവനാണ്. ഇത് നാട്ടുകാർ എന്നെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ച് ഞാൻ പ്രവർത്തിച്ചാൽ അതാണ് ലോകമാന്യത.
മറ്റുള്ളവർ എന്നെ കുറിച്ച് നല്ലത് വിചാരിക്കണം, ഞാൻ നോമ്പ് നോക്കുന്നവനാണ്, അവൻ എപ്പോഴും ദീനുമായി ബന്ധപ്പെടുന്നവനാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ വെച്ച് ആ തരത്തിൽ പ്രവർത്തിക്കുകയും ആളുകൾ കാണാത്തപ്പോ തെറ്റുകളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചാണ് ഹിയാഹ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇരട്ട മുഖമുള്ള ഒരു സാഹചര്യം, ആ ഒരു നിലപാട് ഒരു വിശ്വാസത്തിന് ചേർന്നതല്ല. രഹസ്യ ജീവിതത്തിൽ ഞാൻ എന്താണോ അതാകണം എന്റെ പരസ്യ ജീവിതം. ആ തരത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. രണ്ടാമതായി, പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ റമദാൻ നമുക്ക് നഷ്ടമാകരുത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പിണക്കങ്ങളാണ്, മുറഞ്ഞുപോയ ബന്ധങ്ങളാണ്. റമദാൻ മാസം എന്ന് പറയുന്നത് അത് ഇണക്കത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹായത്തിന്റെയും എല്ലാം മാതൃകാപരമായ മാസമാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ആ മാസത്തിൽ കൃത്യമായി നമ്മുടെ ബന്ധങ്ങളെ, ആ മാസത്തിന് മുമ്പ് തന്നെ നമ്മുടെ ബന്ധങ്ങളെ ചേർത്ത് വെക്കാൻ കഴിയണം. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. തുഫ്തഹു അബ്വാബൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭൂതികളുടെ ലോകമായ അവനെ അനുസരിച്ച് ജീവിച്ച അവന്റെ അടിയാളുകൾക്ക് വേണ്ടി റബ്ബൊരുക്കി വെച്ച സ്വർഗ്ഗമെന്ന പൂന്തോപ്പുണ്ടല്ലോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു കണ്ണിനും ഇന്നേ വരെ കാണാത്ത, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട്, നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരുപാട് അത്ഭുതകരമായ കാഴ്ചകൾ നമ്മുടെ കണ്ടുകൊണ്ട് കാണാറുണ്ട്. നമ്മൾ യാത്രകൾ പോകുമ്പോൾ, വിനോദസഞ്ചാരങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ റബ്ബൊരുക്കി വെച്ച ഒരുപാട് സംവിധാനങ്ങളെ കണ്ട് നമ്മൾ അറിയാതെ മനസ്സിൽ നിന്ന് മാഷാ അല്ലാഹ് അത് പറഞ്ഞു പോകാറുണ്ട്. ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ 100 ഭാഗമാക്കി തിരിച്ചാൽ അതിലെ ഒരു ഭാഗം മാത്രമാണ് കാണുന്നതില്ല. ബാക്കി 99 ഭാഗം ഒതുങ്ങിച്ചേർന്ന സ്വർഗത്തെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഒരു കണ്ണും ഇന്നേ വരെ കണ്ടിട്ടില്ല, ഒരു കാതും ഇന്നേ വരെ കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിനും ഒരു മനസ്സിനും ഇന്നേ വരെ തന്റെ ഭാവനയിലേക്ക് ചിന്തിക്കാൻ. നമ്മൾ ആലോചിച്ചു, നമ്മുടെ മനസ്സിൽ നമ്മൾ മനക്കോട്ടകൾ കെട്ടാറുണ്ട്. എന്റെ വീട് ഏത് രൂപത്തിലാകണം, അതിന്റെ എല്ലാവിധ പ്ലാനിങ്ങുകളും ഏറ്റവും മനോഹരമായ കൊട്ടാരങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കെട്ടാറുണ്ട്. വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഒരു മനസ്സിനും ഇന്നേ വരെ സ്വപ്നം കാണുവാനോ ചിന്തിക്കുവാനോ കഴിയാത്ത വിധം മനോഹരമായ അനുഭൂതികളുടെ ലോകമായ ആ സ്വർഗ പൂന്തോപ്പിന്റെ കവാടങ്ങൾ ആഴ്ചയിൽ 2 ദിവസം തുറക്കപ്പെടുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാൻ. ഏതാണ് 2 ദിവസങ്ങൾ? ഒന്ന് യൗമുൽ ഇസ്നൈൻ, യൗമുൽ ഖമീസ്. ഒന്ന് തിങ്കളാഴ്ച ദിവസമാണ്, രണ്ടാമത്തത് വ്യാഴാഴ്ച ദിവസമാണ്. തിങ്കളും വ്യാഴം ദിവസങ്ങളിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. എന്നിട്ടോ അന്നത്തെ ദിവസം ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും അല്ലാഹുവിന്റെ മുഴുവൻ അടിമകൾക്കും റബ്ബ് അവൻ ചെയ്ത മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ റബ്ബ് എത്രമാത്രം നമ്മളെ പരിഗണിക്കുകയും നമ്മെ ഇഷ്ടപ്പെടുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ആലോചിച്ചു നോക്കും. ഒരു അടിമയിൽ നരകത്തിലേക്ക് പോകാത്ത വിധം അവരെ എങ്ങനെയെല്ലാം അതിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയോ ആ വിധത്തിലെ എല്ലാ മാർഗങ്ങളും പ്രവാചകനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരും. എത്ര അത്ഭുതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഓരോ സംവിധാനങ്ങളും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം, അവന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. പക്ഷേ 2 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കില്ല. ഏതാണ് 2 വിഭാഗം ആളുകൾ? ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് യുശ്രികു ബില്ലാഹി ശൈഅൻ, അല്ലാഹുവിലേക്ക് പങ്കു ചേർത്ത ആളുകളാണ്. അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് അഭയം തേടിയ ആളുകളാണ്, അല്ലാഹുവിൽ പങ്കു ചേർത്ത ആളുകളാണ്. അങ്ങനെ അല്ലാഹുവിൽ പങ്കു ചേർത്ത ഒന്നാമത്തെ വിഭാഗമാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാണെന്നറിയാം? രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ഇല്ലാ റജുലൻ കാനത് ബൈനഹു വബൈന അഖീഹി ഷഹ്ന. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ ഏതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ? ഇല്ലാ റജുലൻ, ഒരു 2 ആളുകൾ. ആ 2 ആളുകൾക്ക് തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആ 2 സഹോദരങ്ങൾക്കിടയിൽ വിദ്വേഷങ്ങളുണ്ട്, അവർ തമ്മിൽ പിണക്കുണ്ട്, അവർ തമ്മിൽ ദേഷ്യമുണ്ട്.
അങ്ങനെയുള്ള ആളുകൾ, അവർക്കിടയിൽ പിണക്കുന്ന ആളുകൾ, തെറ്റി നിൽക്കുന്ന ആളുകൾ, പരസ്പരം വിദ്വേഷം വെക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കാം, ഈ രണ്ട് വിഭാഗം ആളുകൾ, ഒന്ന് ശിർക്ക് ചെയ്തവരും അതേപോലെ ഗൗരവത്തിൽ പഠിപ്പിച്ചതിന് തന്റെ സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കുന്ന, വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകൾ, ഈ രണ്ട് വിഭാഗം ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മുടെ ബന്ധങ്ങളുടെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താൻ നമുക്ക് കഴിയണം. നമ്മൾ മുറിഞ്ഞു പോയ ബന്ധങ്ങളെ കൂടുതൽ നല്ല രൂപത്തിൽ അതിനെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയണം. എന്നിട്ട് ആ ഹദീസിൽ 3 തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കാണട്ടെ എന്ന് 3 തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തി വളരെ ഗൗരവത്തോടെ പഠിപ്പിക്കും. ഏതാണ് വിഷയം? തന്റെ സഹോദരനോട് തെറ്റി നിന്ന വിഷയം, കുടുംബബന്ധം മുറിച്ചു കളഞ്ഞ വിഷയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റമദാനിന് മുമ്പ് ഇന്ന് തന്നെ നമ്മുടെ പിണക്കങ്ങളെ ഇണക്കമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് എന്ത് വിട്ടുവീഴ്ചക്ക് തയ്യാറാകണോ അവിടെ ആ വിട്ടുവീഴ്ചക്ക് തയ്യാറാകാൻ നമുക്ക് കഴിയണം. നമ്മുടെ സ്വത്തിന്റെ അവസ്ഥയാണോ, സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയമാണോ, നമ്മൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം. റബ്ബിന്റെ ഭൂമിയിൽ കേവലം ഒരു 3 സെന്റ് സ്ഥലമൊന്ന് വിട്ടുകൊടുക്കാൻ എന്തിനാ നമുക്ക് ഇത്ര പിടിവാശി? അതുകൊണ്ട് അതാണെങ്കിൽ അതിന് വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ഉപ്പയോട്, നമ്മുടെ കുടുംബക്കാരോട്, നമ്മുടെ അയൽപ്പക്കത്തോട്, എവിടെയെല്ലാം നമ്മുടെ ഇണക്കങ്ങൾ പിണക്കമായി മാറിയിട്ടുണ്ടോ ആ പിണക്കങ്ങളെ ഇണക്കമായി പരിവർത്തിപ്പിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അതാണ് കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ, ആരാണോ ബന്ധം ചേർക്കുന്നത് അവനുമായിട്ടുള്ള ബന്ധം അല്ലാഹു ചേർക്കുമെന്ന്. ആരാണോ മുറിച്ചു കളയുന്നത് അവരുമായിട്ടുള്ള ബന്ധത്തെ അല്ലാഹു മുറിച്ചു കളയുമെന്ന് പഠിപ്പിക്കാൻ. ഇനി എത്ര എളുപ്പം നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് ചേർക്കാൻ. ഒന്ന് പരസ്പരം വാട്സപ്പുകളിലൂടെ, ഒന്ന് മെസ്സേജ് അയക്കുന്നതിലൂടെ ആ ബന്ധങ്ങൾ നമുക്ക് പുതുക്കാം. ഒന്ന് ഫോൺ കോളിലൂടെ ആ ബന്ധങ്ങൾ നമുക്ക് നിലനിർത്താൻ കഴിയും. സന്ദർശനത്തിന് എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇടക്കൊക്കെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് എല്ലാവിധ ഇസ്ലാമിക മര്യാദകളും നിലനിർത്തിക്കൊണ്ട് ആ ബന്ധത്തെ കൃത്യമായി പുതുക്കാൻ, അതിനെ പുലർത്താൻ, കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ നമ്മുടെ ബന്ധങ്ങളെ സൂക്ഷിച്ചാൽ നമുക്ക് റമദാനിനെ സന്തോഷത്തോടുകൂടി വരവേൽക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, മോശമായ സംസാരങ്ങളും പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരാൾ നോമ്പ് നോക്കാൻ, ആ നോമ്പ് നോക്കിട്ട് ആ നോമ്പ് നോക്കുകയും അവനെ തന്നെ കളവ് പറയുകയും അല്ലെങ്കിൽ കളവ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭക്ഷണം ഒഴിവാക്കണം, അവന്റെ പാനീയം ഒഴിവാക്കണമെന്ന് അവന്റെ റബ്ബിന് യാതൊരു നിർബന്ധവുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരങ്ങൾ ഒരു തരത്തിൽ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. ഒരു മുമ്പിനും മറ്റൊരു മുമ്പിനും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് വളരെ മനോഹരമായ ഒരു ഉദാഹരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നുണ്ട്. ആ ഉദാഹരണം എന്ന് പറയുന്നത്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅദഹു ബഅദ. നമ്മൾ ഈ ഒരു കെട്ടിടത്തെ നോക്കാം. ഈ ഒരു ചുമര് നമ്മൾ അടിച്ചാൽ, ഈ ഒരു പള്ളി നമ്മൾ അടിച്ചാൽ, ഈ പള്ളി പണി ചെയ്തത് ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് പാഠങ്ങൾ അതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനും തമ്മിലുള്ള, ഒരു മുഅ്മിനത്തും തമ്മിലുള്ള, ഒരു വിശ്വാസിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു കെട്ടിടം പോലെയാണ്. ഒരു കെട്ടിടം പോലെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനുള്ള കാരണം. എന്താണ് കെട്ടിടത്തിന്റെ പ്രത്യേകത? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യശുദ്ദു ബഅദഹു ബഅദ. അതിന്റെ ചില ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസി എന്ന് പറയുന്നത് അവന്റെ പ്രയാസം എന്റെ പ്രയാസമാകണം, അവന്റെ സന്തോഷം എന്റെ സന്തോഷമായി മാറണം. എല്ലാവിധത്തിലും അവനുമായി ചേർന്ന് നിന്ന് അവന്റെ പ്രയാസങ്ങളെ അവൻ ദുഃഖിക്കുമ്പോ അത് എന്റെ വീട്ടിലെ പ്രയാസമായി മാറണം. അവന്റെ ദുരിതങ്ങൾ എന്റെയും ദുരിതമായി പരിഗണിച്ച് അതിനെ പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ആചരത്തിൽ മാറണമെന്നുള്ളതാണ്. ഒരു മുസ്ലിമിന്റെ മാതൃകയെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു കമസലിൽ ജസദ്.
അൽ മുസ്ലിമു ലിൽ മുസ്ലിം കമസലിൽ ജസദ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ഒറ്റ ശരീരം പോലെയാകണം എന്നുള്ളതാണ്. ഞാൻ എന്റെ ഒരു സഹോദരനോട് ഈ വിധത്തിലാകണം, ഞാനും അവനും ഒറ്റ ശരീരം പോലെയാകണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അവർക്ക് ഒരു രോഗം ഉണ്ടാകുമ്പോൾ നമ്മെ പഠിപ്പിച്ചു, അവന്റെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോ അത് ആ ശരീരം അവന്റെ ശരീരത്തെ മുഴുവനും അത് ബാധിക്കും വിധം, അവന് തളർച്ചയും അവർക്ക് പനിയുണ്ടാകുന്ന വിധം, അവന് ഉറക്കം നഷ്ടപ്പെടുമായ വിധം അത് മാറുമെന്നുള്ളതാണ്. അവന്റെ ശരീരത്തിൽ ഒരു അവയവത്തിന് ഒരു പ്രയാസം ഉണ്ടായി, എനിക്കിപ്പോ പനി പിടിപെടുക, എനിക്ക് പനി പിടിപെടുമ്പോ അതെന്റെ ശരീരത്തിന് ആകമാനം പ്രയാസം ഉണ്ടാക്കുകയും ക്ഷീണമുണ്ടാക്കുകയും എന്റെ ഉറക്കമില്ലാതെയാക്കുകയും വിധം അത് മാറുമെന്നുള്ളതാണ്. അതേപോലെയാണ് എന്റെ സഹോദരന് ഒരു പ്രയാസം ഉണ്ടാകുമ്പോ അത് എന്നെയും ബാധിക്കുന്ന വിഷയമായി മാറും. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സാഹോദര്യം, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദ. പക്ഷേ ആ മര്യാദ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് തന്റെ സഹോദരനോട് മോശമായ വർത്തമാനവും മോശമായ പ്രവർത്തനവും വെച്ചുപുലർത്താൻ കഴിയുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മോശമായ പ്രവർത്തനങ്ങളും മോശമായ വർത്തമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും കഴിയാത്ത ആളുകൾ നമ്മുടെ ഉന്നതരുണ്ടാവും, നമ്മുടെ സഹോദരങ്ങളുടെ കുറവുകൾ പറയുന്ന ആളുകൾ, അത് പൊതുമധ്യ പള്ളിയിൽ പോലും ചർച്ച ചെയ്യുന്ന ആളുകൾ. നമ്മൾ വളരെ ഗൗരവത്തിൽ ആ വിഷയത്തിൽ നമ്മൾ നിൽക്കണം പ്രിയമുള്ളവരെ. നമ്മൾ പറഞ്ഞൊരു വാക്കിന്റെ പുറത്ത് ജീവിതകാലം മൊത്തം അവന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കും വരെ അതിന്റെ അപമാനം പേറി നടക്കേണ്ടി വരുന്ന എത്രയോ മുമ്പിലുകൾ, എത്രയോ സഹോദരങ്ങൾ സഹോദരിമാർ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാക്കുകൊണ്ട് ഒരാൾക്കും വേദനിക്കാത്ത വിധം എന്റെ സംസാരത്തെ ക്രമീകരിക്കാൻ എനിക്ക് കഴിയണം. എന്റെ നോട്ടം കൊണ്ട് ഒരാൾക്കും വേദന ഉണ്ടാക്കാത്ത വിധം എന്റെ നോട്ടത്തെ, എന്റെ പ്രവർത്തനത്തെ ക്രമീകരിക്കാൻ എനിക്ക് കഴിയുന്നിടത്താണ് ഞാൻ വിജയിക്കുന്നത്. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, മൻ മുസ്ലിം, ആരാണ് മുസ്ലിം? ഞാനും നിങ്ങളും മുസ്ലിമാണ് എന്ന അഭിമാന ബോധത്തോടു കൂടി ആർക്കും മുമ്പിലും പറയാൻ നമ്മൾ തയ്യാറാകുമ്പോ എന്റെ പ്രവാചകൻ എനിക്ക് പഠിപ്പിച്ചു തന്ന യഥാർത്ഥ മുസ്ലിങ്ങളുടെ ക്വാളിറ്റി എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണ്ടേ? എന്റെ മയ്യത്ത് ആളുകൾ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പെങ്കിലും ഞാൻ യഥാർത്ഥ മുസ്ലിമായിരുന്നു എന്ന് എന്റെ ജീവിതം കൊണ്ട്, എന്റെ പ്രവർത്തനം മുമ്പ് എന്റെ റബ്ബിന്റെ മുമ്പിൽ അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയണ്ടേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. എന്റെ നാക്ക്, എന്റെ കരങ്ങൾ, എന്റെ നാവിൽ നിന്നും എന്റെ കരങ്ങളിൽ നിന്നും മറ്റുള്ള വിശ്വാസങ്ങൾ എന്നാണോ സംരക്ഷിതരാകുന്നത്, എന്നാണോ സുരക്ഷിതരാകുന്നത്, അപ്പോഴാണ് ഞാൻ മുസ്ലിമായി മാറുന്നത്, അപ്പോഴാണ് യഥാർത്ഥ മുസ്ലിമായി ഞാൻ മാറുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അഥവാ എല്ലാ മുസ്ലിങ്ങളും എന്റെ നാവിൽ നിന്ന്, എന്റെ സംസാരത്തിൽ നിന്ന് അവന്റെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന, അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന, അവന് പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു വാക്കുപോലും എന്റെ നാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നത്. അവർക്ക് വേദനിക്കുന്ന ഒരു പ്രവർത്തനവും എന്റെ കരങ്ങൾ കൊണ്ടുണ്ടാകാൻ പാടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തനത്തെ കൃത്യമായി നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, നിഷിദ്ധമാക്കിയത്, ഹറാമാക്കിയത്, റബ്ബ് പാടില്ല എന്ന് പഠിപ്പിച്ചു നൽകിയത്, പരിശുദ്ധ ഖുർആൻ വിലക്കിയത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ ഞാൻ അറിയും തീർച്ചയായും. കാരണം അവർ നാളെ അന്ത്യനാളിൽ വെളുത്ത തിഹാമ പർവ്വതം പോലെ അവരുടെ സൽക്കർമ്മങ്ങളുമായി, അവരുടെ നമസ്കാരങ്ങൾ, അവരുടെ നോമ്പുകൾ, അവരുടെ ദാനധർമ്മങ്ങൾ, അങ്ങനെ അവരവരുടെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളുമായി ഏതുപോലെ വെളുത്ത തിഹാമ പർവ്വതം പോലെ അത്രമാത്രം പ്രതിഫലങ്ങളുമായി കൊണ്ട് അവർ കടന്നു വരും. അവർ നാളെ കടന്നു വരിക ആ വിധത്തിലാണ്. അങ്ങനെ അവർ കടന്നു വരികയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നന്മകളെ ചിതറപ്പെട്ട ധൂളികളാക്കി മാറ്റുകയും ചെയ്യുമെന്നാണ്. അങ്ങനെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് തിഹാമ പർവ്വതം കണക്കെ നന്മകളുമായി കടന്നു ചെന്ന മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഴുവൻ നന്മകളെയും ധൂളികളാക്കി, നമ്മൾ തീ കത്തിക്കൂല, തീ കത്തിച്ച് അതിന്റെ വെണ്ണീറുണ്ടാവില്ല, അത് കാറ്റത്ത് പാറിപ്പോകും ഏത് വിധമായിട്ട്, അത്രയും നിസാരമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയും എന്ന് നമ്മൾ പഠിപ്പിക്കാൻ. ഇത് സ്വഹാബാക്കളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്ത്
സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഖാല സൗബാൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, സിഫ്ഹും ലനാ, അവരുടെ വിശേഷണങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും പ്രവാചകൻ, അവരുടെ വിശേഷണങ്ങൾ ഞങ്ങളോട് പറയൂ. ജല്ലിഹിം ലനാ, അല്ലാഹുവിന്റെ പ്രവാചകരെ അവരുടെ വിശേഷണങ്ങൾ ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നാലോ, ഞങ്ങൾക്ക് അവരെ കുറിച്ച് വ്യക്തമാക്കി തന്നാലോ പ്രവാചകരെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് ആ വിഭാഗം ആളുകളെ കുറിച്ച്, അവരുടെ വിശേഷണങ്ങൾ അവരെ കുറിച്ച് എന്തിനാണ് വ്യക്തമാക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറയാൻ, അങ്ങനെ ഞങ്ങൾക്ക് അത് വിവരിച്ചു തന്നാൽ, അല്ലാ നഖൂലു മിൻഹു വനഹു ലാ നഅലമു, ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാനും, ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് ഉറപ്പിക്കാനും അതിൽ പെടാതിരിക്കുവാനും സാധിക്കുമല്ലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു. നമ്മൾ ആലോചിച്ചു, എങ്ങനെയായിരുന്നു സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിൽ പെടാതിരിക്കുവാനുള്ള കാരണങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധ പുലർത്തിയ സഹാബാക്കൾ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ആ വിഭാഗം ആളുകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗബാൻ റളിയല്ലാഹു അൻഹു മറുപടി നൽകി, സ്വഹാബാക്കളെ പഠിപ്പിച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വമിൻ ജിൽദതിക്കും, അവർ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവിടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാവുകൾ ലഭിക്കുന്നത്, രാത്രി ലഭിക്കുന്നത് പോലെ തന്നെ അവർക്ക് രാത്രി ലഭിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ അവർ രാവിലെ എന്ത് ചെയ്യും, രാത്രികളെ നിങ്ങൾക്ക് ലഭിക്കുന്ന പോലെ തന്നെ അവരും എന്ത് ചെയ്യും, അതിനെ ഉപയോഗപ്പെടുത്തും. പക്ഷേ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഒറ്റക്കാകുന്ന സമയത്ത് വിമഹാരമില്ല,
അവർ ഒറ്റക്കാകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഈ രാത്രി ലഭിക്കുമ്പോൾ, രാവിലെ ലഭിക്കുന്ന സമയത്ത് അവർ അല്ലാഹു ഹറാമാക്കിയത് അവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പ്രസ്തുത ഹറാമുകൾ അവരുടെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവരും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി നമ്മെ ഓർമ്മപ്പെടുത്താണ്. ഇങ്ങനത്തെ വിഭാഗം ആളുകളുടെ പ്രത്യേകത എന്താവുക? അവർ നാളെ പരലോകത്ത് അവർ ചെയ്ത നമസ്കാരങ്ങളും അവർ നോട്ട നോമ്പുകളും എല്ലാമായി അവർ ആ റബ്ബിന്റെ അടുക്കലേക്ക് കടന്നു വരാൻ എത്രമാത്രം ഒരു തിഹാമ പർവ്വതത്തിന്റെ അത്രമാത്രം നമുക്കറിയാം. ഒരു പർവ്വതം എന്ന് പറയുന്നത് എത്ര വലുതാണ്, അത്രമാത്രം പ്രതിഫലവും അത്രമാത്രം പ്രവർത്തനങ്ങളുമായി റബ്ബിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന മനുഷ്യൻ അള്ളാഹു അതിനെ ഇല്ലാതെയാക്കി കളയും, ധൂളികളാക്കി കളയുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? അവർ ഒറ്റക്കാകുന്ന സമയത്ത് അവർ ഹറാമുകളിലേക്ക് കടന്നു ചെന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ രഹസ്യ ജീവിതങ്ങൾ അത് വളരെ പവിത്രമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. നമ്മുടെ കണ്ണുകൾ റബ്ബിനിഷ്ടമില്ലാത്ത ഒരു കാഴ്ചകൾ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണില്ല എന്ന ഉത്തമമായ പ്രതിജ്ഞ നമ്മുടെ മനസ്സിൽ നമുക്ക് എടുക്കാൻ കഴിയും. റബ്ബിനിഷ്ടമില്ലാത്ത ഒരു വർത്തമാനങ്ങളും റബ്ബ് നൽകിയ നാക്കുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. റബ്ബിഷ്ടമില്ലാത്ത ഒരു വർത്തമാനങ്ങളും എന്റെ കാതുകൊണ്ട് കേൾക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. റബ്ബിനിഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനവും രഹസ്യവും പരസ്യവും എവിടെ തന്നെയാണെങ്കിലും ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഇന്നലകളിൽ എന്റെ ജീവിതത്തിൽ ആരും കാണാത്ത, ആരും അറിയാത്ത, ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി ഞാൻ ചെയ്ത ഹറാമുകളും തിന്മകളും തെറ്റുകളും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരണമെന്ന് ആരും കാണാതെ, ആരും അറിയാതെ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന റബ്ബിലേക്ക് കരഞ്ഞുകൊണ്ട് പശ്ചാത്താപിച്ച് മടങ്ങാൻ പ്രിയമുള്ളവർ നമുക്ക് കഴിയണം. ആ രൂപത്തിലേക്ക് കിഴിഞ്ഞുകൊണ്ട് ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ പ്രവർത്തനങ്ങളെ ശുദ്ധമാക്കി ശുദ്ധ മനസ്കരായി പ്രിയമുള്ളവർ ഈ റമദാനിനെ വരവേൽക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളത്. അഞ്ചാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്താൻ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനം മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന നോക്കുകളോ പ്രവർത്തനങ്ങളോ വർത്തമാനങ്ങളോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതിലുണ്ട് ആരാണ് മുഫ്ലിസ്. മുഫ്ലിസ് ആരാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു നൽകാൻ ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിക്കാൻ, ആരാണ് പാപ്പരായ ആളുകൾ? പാപ്പരായ ആളുകൾ ആരാണ് എന്ന് സ്വഹാബാക്കളോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറുപടി സ്വഹാബാക്കൾ പ്രവാചകന് മറുപടി നൽകി. പ്രവാചകരെ, ജീവിതത്തിൽ ആരാണ് പാപ്പൻ എന്ന് പറയുന്നത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബാക്കൾ മറുപടി നൽകാൻ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ മല്ലാ ദിർഹം ലഹു വലാ മതാ, അവരുടെ കയ്യിൽ ദിർഹമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉപജീവനത്തിനുള്ള മാർഗങ്ങളോ ഒന്നുമില്ലാത്ത ആളുകൾ, അഥവാ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പട്ടിണി കിടക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ, അവരാണ് പാപ്പൻ എന്ന് സ്വഹാബാക്കൾ മറുപടി പറയാം. ഇത് മറുപടി പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് അവിടെ തിരുത്തുന്നത് ആരാണ് എന്റെ സമുദായത്തിലെ പാപ്പരായ ആളുകൾ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കാൻ. എന്റെ സമുദായത്തിലെ പാപ്പരായ ആളുകൾ എന്ന് പറയുന്നത് ഒരുവനാണ്. എന്താണ് അവന്റെ പ്രത്യേകത? അവന്റെ ജീവിതത്തിൽ നോമ്പ് നോക്കിയിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമായി അവന്റെ റബ്ബിന്റെ അടുക്കിലേക്ക് കടന്നു വരും. പക്ഷേ അവൻ ഒരുത്തനെ ശകാരിച്ചിരിക്കും, അല്ലെങ്കിൽ മറ്റൊരുത്തനെ പറ്റി അവൻ അപവാദം പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ വേറൊരുത്തന്റെ സ്വത്ത് അവൻ തിന്നിരിക്കും, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ രക്തം അവൻ ചിന്തിയിട്ടുണ്ടായിരിക്കും, അവനെ ഉപദ്രവിച്ചിട്ടുണ്ടാകും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക. ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഒന്നല്ലെങ്കിൽ ഒരുത്തനെ നമ്മൾ ഉപദ്രവിക്കാം, അല്ലെങ്കിൽ അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാം, അല്ലെങ്കിൽ ഒരുത്തനോട് നമ്മൾ ശകാരിക്കാം, അല്ലെങ്കിൽ അവന്റെ രക്തം നമ്മൾ ചെയ്ത് അവനെ കൊന്നുകളയാം. ഈ രൂപത്തിൽ ഉപദ്രവങ്ങൾ ചെയ്ത ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്ത ഇങ്ങനെ നമ്മൾ ഉപദ്രവിച്ച ആളുകളുണ്ട്. ഞാനിപ്പോ ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒരു അപവാദം പറഞ്ഞു, ഞാനിപ്പോ ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ നാളെ എനിക്ക് രക്ഷപ്പെടണമെന്ന് കരുതി ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ, എന്റെ നമസ്കാരങ്ങൾ, എന്റെ നോമ്പുകൾ, എന്റെ സക്കാത്തുകൾ, എന്റെ ദാനധർമ്മങ്ങൾ എല്ലാം റബ്ബിന് എടുത്തു കൊടുക്കും. ഞാൻ അവനെ ഉപദ്രവിച്ചത്, ഞാൻ അവനെ അപമാനിച്ചത്, ഞാൻ അവനെ ഉപദ്രവിച്ചതിനുള്ള സമമായി അതിനുള്ള പ്രായശ്ചിത്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ നന്മകൾ അവർക്ക് എടുത്തു കൊടുക്കും. അവസാനം ഞാൻ ചെയ്ത നന്മകൾ കുറവായി പോയാൽ
നമുക്കാർക്കും സംശയമില്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെച്ച കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ കുറവാണ് എന്ന് നമുക്കാർക്കും സംശയമില്ലല്ലോ. വളരെ കുറവാണ്. അതാണ് ഉറപ്പുള്ള കാര്യം. നമ്മൾ ചെയ്ത സൽക്രമങ്ങൾ വളരെ കുറവാണോ, അത് ഇനിയും കൂട്ടണം എന്നുള്ളത് കൊണ്ടാണോ നമ്മൾ റമദാനിനെ പ്രതീക്ഷിക്കുന്നതും ആ റമദാനിന്റെ മുന്നോടിയായി സൽക്രമങ്ങളെ മുന്നേറാൻ നമ്മൾ തയ്യാറാകുന്നത്? പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ അവർക്ക് അതെല്ലാം എടുത്തു കൊടുക്കും. എന്നിട്ട് നമ്മുടെ നന്മകളൊക്കെ എടുത്തു കൊടുത്ത് ഇനിയും ആളുകൾ ബാക്കിയാണ്. ഞാൻ ചെയ്ത പ്രവർത്തനത്തിന് അനന്തരഫലമായി ഇനിയും ബാക്കിയാണ്. എന്റെ സൽക്രമങ്ങൾ തീർന്നുപോയി. ഈ സൽക്രമങ്ങൾ തീർന്നു പോയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ഈ എതിർപക്ഷത്തുള്ള, ഞാൻ ആക്രമിച്ച, ഞാൻ അന്യായമായി സ്വത്തെടുത്ത, ഞാൻ എല്ലാവിധത്തിലും ആളുകളുടെ മുമ്പിൽ അപമാനിക്കാൻ പരിശ്രമിച്ച മനുഷ്യൻ, പ്രിയപ്പെട്ട സഹോദരന്റെ അവന്റെ ജീവിതത്തിൽ ചെയ്ത തിന്മകൾ അതിന് പകരമായി ബദലായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ അക്കൗണ്ടിലേക്ക് ചേർത്ത് വെക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അങ്ങനെ ചെയ്ത അവന്റെ പാപങ്ങൾ എടുത്തു വെച്ച് അവസാനം അവൻ നരകത്തിലേക്ക് തള്ളപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. അതുപോലെ നമ്മൾ ആലോചിച്ചു നോക്കും, നമ്മൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ച സൽക്രമങ്ങൾ, നമ്മൾ നോറ്റ നോമ്പ്, നമ്മൾ നമസ്കരിച്ച നമസ്കാരങ്ങൾ, രാത്രിയിൽ ആരും കാണാതെ റബ്ബിനോട് മാത്രം നമ്മൾ സംസാരിച്ച കുളിർമയേകിയ സംസാരങ്ങളുള്ള നമസ്കാരങ്ങൾ, എല്ലാം നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായി മറ്റുള്ളവർക്ക് റബ്ബ് എടുത്തു കൊടുത്താൽ അവസാനം നരകത്തിലേക്ക് തള്ളപ്പെട്ടാൽ അവനേക്കാൾ വലിയ നിരാശ ബാധിക്കപ്പെട്ട, അവനേക്കാൾ വലിയ നഷ്ടം ബാധിക്കപ്പെട്ട ആൾ മറ്റാരാണ് ഉണ്ടാകുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരിക്കലും, നമ്മുടെ വർത്തമാനങ്ങൾ കൊണ്ട്, പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മൾ ചെയ്തു വെച്ച സൽക്രമങ്ങൾ നിഷ്ഫലമാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത്തരം കാര്യങ്ങളിൽ റബ്ബ് നമ്മൾ പിടിച്ചോട്ടെ. നമ്മുടെ നിസ്സാരമായി തോന്നുന്ന ഇത്തരം ചില പ്രശ്നങ്ങളാണ് അവസാനം നരകത്തിലേക്ക് എത്തില്ല. മറ്റുള്ളവരെ കളിയാക്കലും, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന വിഷയം എന്തറിയോ, രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമായി യാതൊരു ശ്രദ്ധയും ഇന്ന് നമുക്കിടയിലില്ല. നമ്മൾ ആളുകളെ കുറിച്ച് നമ്മൾ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജുകൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ രാഷ്ട്രീയം ഉണ്ടാകും, സ്വാഭാവിക രാഷ്ട്രീയം ഉണ്ടാകണം, എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ രാഷ്ട്രീയമാണെങ്കിലും സംഘടനയാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ നാക്കുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് അവന്റെ അഭിമാനത്തെ ശ്രദ്ധിക്കുന്ന ഒരു വർത്തമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം നമുക്ക് വലുത് ഭാഗത്തിലാണ്, നമുക്ക് വലുത് തപ്പിന്റെ അടുത്തിൽ ഒരുക്കി വെച്ച സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഒരാളെ നമ്മുടെ നാക്കുകൊണ്ട് നമ്മൾ പറയുന്ന പ്രവർത്തനം കൊണ്ട് അവസാനം നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പ്രിയമുള്ളവരെ ഉൾപ്പെടാൻ പാടില്ല. നമ്മളയക്കുന്ന മെസ്സേജുകൾ, നമ്മളയക്കുന്ന വർത്തമാനങ്ങൾ, നമ്മുടെ എല്ലാ പ്രവർത്തനവും മെസ്സേജ് എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവരാകണം മുസ്ലിം എന്ന് പറയുന്നത്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമുക്ക് കഴിയണം. ആറാമതായി റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് നമസ്കാരം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാൻ, ഇന്നൽ ബൈന റജുലി വബൈന ശിർകി വൽ കുഫർ തർക സ്വലാത്ത്. ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക്, അവനും ഒരു മുഅ്മിനിനും അതേപോലെ ഒരു മനുഷ്യന് ശിർക്കിനും കുഫറിനും ഇടയിൽ, അവർക്കും അതുപോലെ തന്നെ ശിർക്കിനും കുഫറിനും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് നമസ്കാരമാണ്. ഈ നമസ്കാരം ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തുന്നത് നമ്മൾ ആലോചിച്ചു നോക്കും, നമ്മൾ ചിന്തിച്ചു നോക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമസ്കാരം നിലനിർത്താൻ നമുക്ക് കഴിയണം. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ആ നമസ്കാരത്തെ നിലനിർത്താൻ നമുക്ക് കഴിയണം. അതിന്റെ ഗൗരവിച്ച് ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. അതിന്റെ ഇളവുകൾ പഠിപ്പിച്ചു വെച്ചുപോലെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവന് ഇളവ് നൽകിയത് എന്താ? ഇരുന്ന് നമസ്കരിക്കാനോ? അതിനും കഴിയാത്തവരോ നമസ്കാരം ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഇളവുകൾ റബ്ബ് നൽകി എന്നല്ലാതെ അത് ഒഴിവാക്കി കഴിയുന്നൊരു ഇളവ് അല്ലാഹു നമുക്ക് നൽകിയില്ലല്ലോ. അതിന്റെ സമയത്ത് നിന്ന് അല്ലാഹു യാത്രയാണ്, ആ യാത്രയാണെങ്കിൽ പോലും അതിനെ ചുരുക്കി നമസ്കരിക്കാനും ചേർത്ത് നമസ്കരിക്കാനുമുള്ള ഇളവുകൾ അല്ലാഹു നമുക്ക് നൽകിയതിനപ്പുറത്ത് അത് ഒഴിവാക്കാനുള്ള യാതൊന്നും റബ്ബ് നമുക്ക് നൽകിയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടുകൂടി നമസ്കാരത്തെ കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. തൗബകൾ നമ്മൾ അധികരിപ്പിക്കാൻ പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയും നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. ഒരുപാട് റമദാനുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്
പിരിഞ്ഞുപോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ച് ആമീൻ പറഞ്ഞ ഒരു കൂട്ടരാണ് ആര്? റമദാൻ ജീവിതത്തിൽ ലഭിച്ചത്. അവസാനം പാപങ്ങൾ പൊറുക്കപ്പെടാതെ ആ റമദാൻ അവരിൽ നിന്ന് കടന്നുപോയാൽ അവർ നശിച്ചു പോകട്ടെ, മൂക്കുകുത്തി വീഴട്ടെ എന്ന ഒരു പ്രയോഗമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന. ആലോചിച്ചു നോക്കൂ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ആ ഒരു ഗൗരവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റമദാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിലെ മുഴുവൻ തെറ്റുകളും അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിതത്തിൽ നമ്മൾ പരിവർത്തിപ്പിക്കുക, അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരോട് ഓർമ്മപ്പെടുത്താനുള്ളത് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കണമെന്നുള്ളതാണ്. ആ ദൗത്യം എന്ന് പറയുന്നത് നമ്മൾ നന്മ മനസ്സിലാക്കുന്നതിനോടൊപ്പം ഇവിടെ ആമുഖമായി ഓർമ്മപ്പെടുത്തിയതുപോലെ വലിയ ഉത്തരവാദിത്വമാണ്. നമ്മൾ ആ നന്മകൾ മനസ്സിലാക്കുന്നതിനോടൊപ്പം ചുറ്റുപാടുകളിലേക്ക് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മരണപ്പെട്ടാലും നിൽക്കാത്ത തൗഹീദിന്റെ പ്രവാഹത്തെ മരണത്തിന് മുമ്പ് ഇവിടെ സൃഷ്ടിക്കാൻ എനിക്കും ഓരോരുത്തർക്കും കഴിയണം. അത് നമ്മുടെ കടപ്പാടാണ്, നമ്മുടെ കടമയാണ്. ഓരോ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, ഓരോ സഹോദരികളെ സംബന്ധിച്ചിടത്തോളം ആ മാറ്റം കുടുംബങ്ങളിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയും. ആ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുക. നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് ഈ പ്രദേശത്തെ തൗഹീദിന്റെ പ്രവാഹമായി മാറ്റാൻ, അതിനുള്ള മുൻകൈ എടുക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ സാമ്പത്തികമായി എല്ലാ വിധത്തിലും നമുക്ക് സഹായമായി റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും. അതിനുള്ള സഹായം റബ്ബ് നമുക്ക് എത്തിച്ചു നൽകും. നമ്മൾ ഇറങ്ങുക എന്ന ദൗത്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ആ ദൗത്യത്തെ നമ്മൾ നിർവഹിക്കുക. റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. ആരും കാണാതെ, ആരുടെയും മുമ്പിൽ കാണിക്കാനല്ലാതെ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ കണ്ണുകൾ നനച്ച് ഹൃദയത്തിലെ വാക്കുകൾ കൊണ്ട് റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങുക. നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റബ്ബിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാൻ, ആ ദീനിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം എത്രയും റബ്ബിന്റെ തൗഹീദിനെ മുറുകെ പിടിച്ചത് അതിന്റെ പ്രവാഹകരായി, അതിന്റെ വാഹകരായി മാറാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൺകുളിർമയോടുകൂടി ഇടപെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ എല്ലാ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും അവന്റെ യഥാർത്ഥ അനുയായികൾക്കായി, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിയാളുകൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.